മലബാര സമ്പ്രദായം വ്യത്യസ്തങ്ങളായിരിക്കുന്ന കർമ്മ പദ്ധതികളുണ്ട്. പക്ഷേ ആ കർമ്മ പദ്ധതികളിൽ പല ആവശ്യങ്ങളുമായിട്ടാണ് മലബാര സങ്കേതത്തിലേക്ക് ആളുകൾ കയറി വരാറ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കാറ് ശത്രുദോഷങ്ങളിൽ നിന്നുള്ള രക്ഷ തേടിയിട്ടാണ്. മറ്റു പല ആരാധനാ കേന്ദ്രങ്ങളിലും ആരാധനാ സമ്പ്രദായത്തേക്ക് ആശ്രയിച്ചിട്ട് അതിനുശേഷമാണ് മലബാരത്തിൽ വരിക. അപ്പം വെച്ചാൽ മലബാര സമ്പ്രദായത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തിമത്തായ ഒരു സമ്പ്രദായമാണെന്നാണ് എല്ലാവരുടെയും ബോധ്യം. വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, ബോധ്യമാണ്, അനുഭവമാണല്ലോ. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മറ്റു സമ്പ്രദായങ്ങളെക്കാൾ മലബാര സമ്പ്രദായത്തിന് ഇത്രയും ശക്തി എന്നുള്ളത്. അത് വേറൊന്നുമല്ല, മറ്റുള്ള സമ്പ്രദായങ്ങൾ സങ്കീർണമായി കൊണ്ട് ആ ഒരു ദേവതയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൽ നിന്ന് കുറേ അടർത്തി എടുത്തിട്ടുണ്ടാക്കുമ്പോൾ മലബാര സമ്പ്രദായം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രകൃതി പോലെയാണ്. അതിങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ആരാധനയിൽ പ്രകൃതിയോട് സംവദിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും. അത്തരത്തിൽ ഇപ്പം ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു അങ്ങളെ ഉപദ്രവിക്കുക, അത്തരം സംവിധാനമൊന്നുമല്ല മലബാര സമുദായത്തിലുള്ളത്. ഇതിലെന്ന് വെച്ചാൽ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുമ്പോൾ ക്ഷമ നശിക്കില്ലേ. അപ്പോൾ അധികാരം കൊണ്ടോ ശക്തി കൊണ്ടൊന്നും ചിലപ്പോൾ ആരെയും നേരിടാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് നിലനിന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ നിലനിൽക്കേണ്ട ചിന്തയിൽ ഇവർ ആശ്രയിക്കുന്നതാണ് മലബാര സമ്പ്രദായത്തിലെ മലബാര ദൈവങ്ങളേക്ക്. ഗതികെട്ട് ചിലർ പറയും ഈ ശത്രുവിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി, അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ കടുത്ത കയ്യെന്ന് വേണമെന്ന് മലബാര സമ്പ്രദായത്തിൽ മാരണക്രിയ. മാരണക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ശത്രു അവരെ മരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് മരണക്രിയ. ഇതൊക്കെ അന്ധവിശ്വാസമാണോ ചോദിക്കും. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായ വിശ്വാസമാണ്. ഇത് അന്ധമായ വിശ്വാസമല്ല, ഇതൊക്കെ ബോധ്യമാണ്. ഇതൊക്കെ ഇവിടെയുള്ള സമ്പ്രദായത്തിലാണ്. ഈ വേദപാരമ്പര്യങ്ങളും മറ്റുള്ള പാരമ്പര്യങ്ങളും മതവിശ്വാസങ്ങളിലൊക്കെ തന്നെ ശത്രുക്കൾ മരിക്കണേ നശിക്കണേ എന്നുള്ള കാര്യം. ഇപ്പം മുസ്ലിമൊക്കെ ഫറവോൻ മരിക്കുന്ന ഈശ്വരൻ ശിക്ഷിക്കുന്നതൊക്കെ ഇല്ലേ. ഇവിടെ ആരും മനുഷ്യരല്ല ശിക്ഷിക്കുന്ന ഈശ്വരൻ. അപ്പം അത്തരം വിശ്വാസങ്ങൾ തെറ്റാണെങ്കിൽ എല്ലാ മതങ്ങളിലെ വിശ്വാസവും തെറ്റായിരിക്കണം. നരസിംഹം വരുന്നു, ഹിരണ്യകശിപുവിനെ വധിക്കുന്നു അല്ലേ, ദേവതകളുടെ അവതാരങ്ങൾ ഉണ്ടാകുന്നു. ക്രൈസ്തവ മതമായാലും ഇപ്പോൾ പൈശാചിക ശക്തികളെ ഏറ്റുമുട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ള ധാരണയാണ്. അപ്പം ഇവിടെ ഇത്തരത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഒരു വന്യമായിരിക്കുന്ന ഈ ഇത്തരം സമ്പ്രദായങ്ങളൊക്കെ എന്തോ മോശമാണ് എന്നുള്ള ധാരണയിൽ നിന്നുണ്ടാകുന്ന. അപ്പം ഇവിടെയും ദൈവത്തിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇവിടുത്തെ ദൈവസങ്കല്പനോട് പ്രാർത്ഥിക്കുക. അപ്പം അതിലൊരു ക്രിയയാണ് മരണക്രിയ. മരണക്രിയ മലബാര സമ്പ്രദായത്തിലെ ഒട്ടുമുക്ക മൂർത്തികളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ക്രിയയാണ്. അല്ലെങ്കിൽ ഏത് രക്ഷയായാലും ശിക്ഷയായാലും ശരി, ഏത് മൂർത്തിയെ കൊണ്ടും ചെയ്യാൻ പറ്റും. തന്നെ കരിങ്കുട്ടി ചാത്തനെ കൊണ്ടുള്ള ക്രിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. അതിൽ മന്ത്രം പറയണ നേരത്തെ ഓം കല്ലടിക്കോട് മലബാരത്തിൽ പക്ഷിപാതാളത്തിൽ പിറന്ന കുട്ടി കുട്ടി കരിങ്കുട്ടി എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രപ്രയോഗമുണ്ട്. മന്ത്രം എന്ന് പറയുമ്പോൾ പണ്ട് ഈ തമിഴും മലയാളം കടന്ന ഭാഷയാണ്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി മലയാളീകരിച്ചിട്ടാണ്. പിന്നെ പ്രകൃതിയുടെ മാറ്റത്തെ പോലെ ഭാഷ മലബാരത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല, പ്രകൃതിയോടെ ഇണങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ പറയപ്പെടുന്ന മന്ത്രം പനയോലയിൽ എഴുതിയിട്ട് ശത്രുവിൻ്റെ ആൾരൂപമുണ്ടാക്കി ആ ആൾരൂപത്തിൻ്റെ വയറ് കുത്തി തുറന്ന് അതിൻ്റെ ഉള്ളിൽ ചീനമുളക്, അതുപോലെ കുരുമുളക്, കടുക്, എള്ള്, പിന്നെ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ പനയോലയുടെ യന്ത്രം ഇതൊക്കെ പാടെ വയ്ക്കും. പനയോല എഴുതി കഴിഞ്ഞാൽ അതിന് കർമ്മമുണ്ട് കേട്ടോ. കരിങ്കുട്ടിച്ചാത്തന് 24 16 മുക്കോണോ എന്നുവെച്ചാൽ കർമ്മം വരച്ച് അതാത് ഗുരുവിധാനത്തിലാണ് കർമ്മം വരച്ച് കോഴിവെട്ടി കർമ്മമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ മധ്യത്തിലാണ് ഈ പറയപ്പെടുന്ന പകുതിയിലാണ് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. ശേഷം അതൊക്കെ അതിൻ്റെ വയറിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പുറ്റു മണ്ണുകൊണ്ട് ഈ ആൾരൂപം പൊതിയും. എന്നിട്ട് വയറവള്ളി കൊണ്ടും പാടവള്ളി കൊണ്ടും 11 ചുറ്റും. ഈ 11 ചുറ്റിയതിന് ശേഷം 11
പെരുകിൻ്റെ ഇല അതിൽ ഈ ആൾരൂപം വയ്ക്കും. തുടർന്ന് കോടിനൂല് കൊണ്ട് 21 ചുറ്റിയിട്ടേ നമ്മുടെ ഉപദ്രവിക്കുന്ന ശത്രു ഉണ്ടാവുമല്ലോ, ഉപദ്രവിക്കുന്ന ശത്രുവിൻ്റെ നടക്കുന്ന വഴിയെ കൊണ്ടുപോയിട്ട് അത് വെക്കും. ശത്രു വരാന്ന് പറഞ്ഞിട്ടാണല്ലോ വരിക അധികം. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ശത്രു ഇതിനെ മറികടന്നാൽ, ചാടി കടന്നാൽ ഉടനെ ആ ആൾരൂപം കൊണ്ടുപോയിട്ട് ആർക്കാണോ ശത്രുവായിട്ടിരിക്കുന്ന ആ ആളാണല്ലോ ഇത് ചെയ്യുന്നത്, അവരിത് കൊണ്ടുപോയിട്ട് വിറകടുപ്പുണ്ടല്ലോ, ഈ വിറകടുപ്പിൽ കൊണ്ടുപോയിട്ട് 7 നാൾ തീ കത്തിക്കണം എന്നാണ്. തീ അണയാൻ പാടില്ല. അങ്ങനെ 7 നാൾ കത്തിച്ചാൽ 8-ാം നാൾ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ പല രീതിയിലാണ് കർമ്മം. വീണ്ടും പറയുന്നു, ഇതൊരു ശിക്ഷാകർമ്മം മാത്രമാണ്. കാരണം രക്ഷയില്ലാത്തവന് ആശ്രയമാണ് കരിനീലി അമ്മയും കുട്ടിച്ചാത്തന്മാരും മലബാര സമ്പ്രദായവും. വെറുതെ ഒരാളെ ശിക്ഷിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. രക്ഷ തേടി വരുന്നവർക്ക് ഇതേവിധം രക്ഷയുമുണ്ട്. ഇതൊക്കെ പൂർവികരാൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൂർവികർ പറഞ്ഞ വിധാനം നമ്മളൊക്കെ പിൻപറ്റി പോവുക എന്നാണ്. മന്ത്രം എന്നും കൂടുതൽ പറയാതിരുന്നെന്താ വെച്ചാൽ അതെങ്ങനെ ഈ മാധ്യമത്തിലൂടെ കേട്ട് പഠിക്കേണ്ടതല്ലല്ലോ. എന്നാൽ ഇതിൻ്റെ ശക്തിവിശേഷങ്ങൾ, സുദർശന ഹോമത്തെക്കുറിച്ച്, മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ച്, മറ്റു പല ദിക്കറുകളെക്കുറിച്ച്, സുവിശേഷങ്ങളെക്കുറിച്ചൊക്കെ രക്ഷയ്ക്ക് വേണ്ടി പറയുമ്പോൾ ഈ സമ്പ്രദായത്തെക്കുറിച്ചും പറയലും അറിയിക്കലും ഈ സമ്പ്രദായത്തെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യമൊക്കെ നമുക്കൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കപ്പെടണം. അതുകൊണ്ടാണത് നിങ്ങളുമായി പങ്കുവെച്ചത്. ഇതുപോലെ മലബാരത്തിൻ്റെ ഒത്തിരി അറിവുകൾ നമുക്ക് ഇനിയും നിങ്ങളുമായി പങ്കുവെക്കാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഈ മലബാരത്തിൽ ഇരുന്നു കൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. വീണ്ടും പോകണം, പൗരോഹിത്യം നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, കാവും പതിയെ നിലനിർത്താൻ വേണ്ടി വരുന്നവർക്ക് പ്രത്യേകിച്ച് ഫീസോ മറ്റുള്ള ഒന്നുമില്ല. ഈ ആചരണങ്ങൾ പഠിച്ച് ആചരിച്ചു പോവുക, വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരിനീലിയമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. നമ ചണ്ടാള രൂപായ കുലു ഋഷിപാദകാം പൂജ്യം ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.